ഇന്ന് ജൂലൈ 2. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. ഈ ആദ്യത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്ദ്രൻസ് ജാഫർ ഇടുക്കിയൊക്കെ അഭിനയിക്കുന്ന മോശമല്ലാത്ത അഭിപ്രായം നേടിയ ഫാന്റസി കോമഡി മലയാളം ചിത്രമാണ് കുട്ടന്റെ ശിനിഗാമി. സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 4 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസാകും. യൂത്ത് മ്യൂസിക് ഡാൻസ് 80s വൈബ് മലയാളം ചിത്രമാണ് മൂൺ വാക്ക്. തിയേറ്ററിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ജൂലൈ മാസം 8 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകുന്നതാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്നലെ ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. ടോവിനോ തോമസ് നായകനാകുന്ന മികച്ച അഭിപ്രായം നേടിയ പൊളിറ്റിക്കൽ പോലീസ് ആക്ഷൻ മലയാളം ചിത്രമാണ് നരിവേട്ട. സിനിമ അടുത്ത ആഴ്ച ജൂലൈ 11 സോണി ലിവിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകും. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് സോണി ലിവ് വൈകിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 2022 ഇറങ്ങിയ ഒരു തെലുങ്ക് ഹൊറർ ചിത്രമാണ് ഇന്ദുവദന. സിനിമ ഇപ്പം മലയാളത്തിൽ ഡബ് ചെയ്ത് വീഡിയോ പാർക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ റിലീസായിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ എന്റർടൈൻമെന്റ് റൊമാന്റിക് കോമഡി ആക്ഷൻ തെലുങ്ക് ചിത്രമാണ് മസാക്ക. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ് ഭാഷകളിലും കൂടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. പ്രിയങ്ക ചോപ്ര, ജോൺസിന ഒക്കെ അഭിനയിച്ച ഹോളിവുഡ് ആക്ഷൻ കോമഡി ചിത്രമാണ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്. നേരത്തെ അറിയിച്ചതുപോലെ സിനിമ ഇപ്പം മലയാളം, ഇംഗ്ലീഷ് അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ആയിട്ടുണ്ട്. കീർത്തി സുരേഷ് അഭിനയിക്കുന്ന ഉപ്പ് കപ്പ് റാമ്പ് എന്ന തെലുങ്ക് കോമഡി സിനിമ നാളെ രാത്രി 12 മണിയോടെ ജൂലൈ 4 ആമസോൺ പ്രൈമിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. പ്രിയ മണി അഭിനയിക്കുന്ന ലീഗൽ ഡ്രാമ പൊളിറ്റിക്കൽ തമിഴ് സീരീസ് ആണ് ഗുഡ് വൈഫ്. ഈ സീരീസും നാളെ രാത്രി 12 മണിയോടെ ജൂലൈ 4 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകും. ദ ഹണ്ട് ദ രാജീവ് ഗാന്ധി അസോസിയേഷൻ കേസ് എന്നൊരു ഹിന്ദി സീരീസ് നാളെ രാത്രിയോടുകൂടി സോണി ലിവിലൂടെ OTT റിലീസ് ആകുന്നതാണ്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ് പോലെ കൂടുതൽ ഭാഷകളിൽ സീരീസ് OTT റിലീസാകുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ദ സാൻഡ് മാൻ എന്ന ഇംഗ്ലീഷ് ഫാന്റസി സീരീസിന്റെ 2ാമത്തെ സീസന്റെ 1ാമത്തെ വോളിയം നാളെ ഉച്ചയ്ക്ക് ജൂലൈ 3 നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസാകും. ദ ഓൾഡ് ഗാർഡ് 2 എന്ന ഹോളിവുഡ് ആക്ഷൻ ഫാന്റസി സൂപ്പർ ഹീറോ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ബിലോ ആവറേജ് അഭിപ്രായം നേടിയ ഒരു ഹൊറർ ത്രില്ലർ തമിഴ് ചിത്രമാണ് പരമശിവം ഫാത്തിമ. സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 4 ആഹാ തമിഴ് സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകും. മദ്രാസ് മാറ്റിനി എന്ന തമിഴ് ഫാമിലി ചിത്രവും നാളെ രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 4 സിംപ്ലി സൗത്ത് 10 കോട്ട സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകുന്നതാണ്. രാജപുതിരൻ എന്നൊരു തമിഴ് ചിത്രവും ജൂലൈ 4 സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസാകുന്നതാണ്. അടുത്തത് തണ്ടർ ബോൾസ്, ബാലറീന, ബ്രിങ് ഹെർ ബാക്ക് എന്നീ മികച്ച അഭിപ്രായം നേടിയ 3 ഇംഗ്ലീഷ് സിനിമകളും വിദേശത്ത് ആമസോൺ പ്രൈം, ആപ്പിൾ TV പ്ലസ് മറ്റ് ഡിജിറ്റൽ സർവീസുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡോറ ആൻഡ് ദ സെർച്ച് ഫോർ സോൾഡറാഡോ എന്ന ഹോളിവുഡ് അഡ്വഞ്ചർ ചിത്രം ഇന്ന് പാരമൗണ്ട് പ്ലസിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. അഭിഷേക് ബച്ചൻ അഭിനയിക്കുന്ന ഡ്രാമ ഹിന്ദി ചിത്രമാണ് കാലിദാർ ലാപത. സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 4 5ലൂടെ ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസാകും. അടുത്തത് ജഗമെരിജിന സത്യം എന്നൊരു റൊമാൻസ് ത്രില്ലർ തെലുങ്ക് ചിത്രം സൺ നെക്സ്റ്റിലൂടെ ജൂലൈ മാസം 4 തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകുന്നതാണ്. ഈ വർഷം ഇറങ്ങിയ ഒരു റൊമാന്റിക് ആക്ഷൻ തെലുങ്ക് ചിത്രമാണ് ശ്രീ ശ്രീ രാജവാരു. സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 4 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസാകും. എയർ എന്ന ക്യാമ്പസ് യൂത്ത് തെലുങ്ക് സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ 3 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. അടുത്തത് ആപ്പ് കൈസേ ഹോ, ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്നീ 2 മലയാളം സിനിമകളും കഴിഞ്ഞ ജൂൺ മാസം അവസാനം OTT റിലീസാകുമെന്നൊക്കെ അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളൊക്കെ വന്നെങ്കിലും OTT റിലീസ് ചെയ്യാതെ പോയ സിനിമകളാണ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ 2 സിനിമകളും ജൂലൈ മാസം റിലീസാകുമെന്നാണ്. ഇതിൽ ആപ്പ് കൈസേ ഹോ സിനിമയുടെ OTT അവകാശം സൺ നെക്സ്റ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഡിറ്റക്റ്റീവ് ഉജ്ജലന്റെ OTT അവകാശം ആര് സ്വന്തമാക്കി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ ഉണ്ടായ റൂമർ പോലെ ആമസോൺ പ്രൈം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോശമല്ലാത്ത അഭിപ്രായം നേടിയ സംശയം എന്ന റൊമാന്റിക് കോമഡി മലയാളം സിനിമയും ഇന്ദ്രജിത്ത്, അനശ്വര രാജനൊക്കെ ചേർന്ന് അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന റൊമാന്റിക് കോമഡി മലയാളം സിനിമയും ഇപ്പം മനോരമ മാക്സിന്റെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ ജൂലൈ മാസം OTT റിലീസാകുന്ന ഈ 2 സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ അടുത്ത ആഴ്ച മനോരമ മാക്സ്
ക്ലൈമാക്സിലൂടെ മിക്കവാറും OTT റിലീസ് ആകുന്നതാണ്. വിജയ് ആന്റണി നായകനാകുന്ന മികച്ച അഭിപ്രായം നേടിയ ക്രൈം ത്രില്ലർ തമിഴ് ചിത്രമാണ് മാർഗൻ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ജൂലൈ മാസം അവസാനം അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയോട് കൂടി തന്നെ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള ഭാഷകളിൽ OTT റിലീസാകും. ജൂലൈ 25 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. അടുത്തത് പലരും OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ടോവിനോ തോമസ് നായകനാകുന്ന എന്റർടൈൻമെന്റ് കോമഡി മലയാളം ചിത്രമാണ് നടികർ. സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പ്രഖ്യാപനം ഇന്ന് സൈന പ്ലേ പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമ എന്ന് OTT റിലീസാകും എന്നതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ OTT റിലീസ് ചെയ്യുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ് സൈന പ്ലേ. അതുകൊണ്ട് നടികർ സിനിമ ഒരു മാസത്തിനുള്ളിലായിട്ട് OTT റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന കോമഡി മലയാളം സിനിമ കഴിഞ്ഞ ജൂൺ മാസം പകുതിയോടുകൂടി തിയേറ്ററിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. നേരത്തെ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നും ജൂലൈ മാസം പകുതിയിലൊക്കെ ആയിട്ട് OTT റിലീസ് ആകുമെന്നൊക്കെയുള്ള റൂമേഴ്സ് പുറത്തു വന്നിരുന്നു. ഇപ്പം പുതിയൊരു റൂമർ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അത് പ്രകാരം സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറും മനോരമ മാക്സും സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ജൂലൈ മാസം രണ്ടാം പകുതിയോടുകൂടി OTT റിലീസ് ആകുമെന്നുമാണ് വിവരം.